കാർ പാർക്കിങ്ങിനെ ചൊല്ലി കൊല്ലം കളക്ടറേറ്റ് വളപ്പിലുണ്ടായ സംഘർഷത്തിൽ അഭിഭാഷകനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കൊല്ലം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച അഭിഭാഷകർ കോടതി നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. പ്രകടനവും നടത്തി. വാഹനം പാർക്ക് ചെയ്യുന്നതിന്റെ പേരിലുള്ള തർക്കത്തെ തുടർന്നാണ് ജില്ലാ കോടതികൾ ഉൾപ്പെടുന്ന കളക്ടറേറ്റ് സമുച്ചയത്തിൽ സംഘർഷമുണ്ടായത്. പാർക്ക് ചെയ്ത കാർ മാറ്റാനെത്തിയപ്പോഴാണ് അഭിഭാഷകനെ പള്ളിക്കൽ സ്വദേശി സിദ്ദിഖ്, കടയ്ക്കൽ സ്വദേശി ഷെമീന എന്നിവർ പിടിച്ചു തള്ളിയത്. ഇതോടെ സ്വയരക്ഷയ്ക്കായി അഭിഭാഷകൻ കൃഷ്ണകുമാർ പ്രതികരിക്കുകയും ചെയ്തു. ഇതോടെ 3 പേരും കേസിൽ ചികിത്സ തേടി. സംഭവത്തിൽ ഇരുപക്ഷത്തിനെതിരെയും കേസെടുത്ത വെസ്റ്റ് പോലീസ് സിദ്ദിഖിനെയും ഷെമീനയെയും അറസ്റ്റ് ചെയ്ത ശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷം റിമാൻഡിലായ സിദ്ദിഖ്, ഷെമീന എന്നിവർക്ക് ജില്ലാ കോടതി ജഡ്ജി ഇടപെട്ട് ഇടക്കാല ജാമ്യം അനുവദിച്ചു. ഇരുവരുടെയും വക്കാലത്ത് ഏറ്റെടുക്കാൻ അഭിഭാഷകർ തയ്യാറാകുന്നില്ലെന്ന് കാണിച്ച് ഇരുവരും ജയിൽ സൂപ്രണ്ടിന് അപേക്ഷ നൽകിയിരുന്നു. ഇതോടെ ജയിൽ സൂപ്രണ്ട് മജിസ്ട്രേറ്റിനു നൽകിയ അപേക്ഷയിന്മേൽ വൈകിട്ട് 7ഓടെ ജില്ലാ ജഡ്ജി ഇരുവർക്കും ജാമ്യം അനുവദിക്കുകയായിരുന്നു. പ്രതികളായ 2 പേരും 2 ജയിലുകളിലാണ് കഴിഞ്ഞിരുന്നത്. 7 ദിവസത്തിനുള്ളിൽ സാധാരണ ജാമ്യത്തിനുള്ള അപേക്ഷ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചുകൊണ്ടാണ് ജില്ലാ കോടതി തുടർ നടപടികൾ സ്വീകരിച്ചത്. ഇവിടെയാണ് അഭിഭാഷകർ എതിർപ്പുയർത്തിയത്. ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് മാത്രം പരിഗണിച്ച് എങ്ങനെ റിമാൻഡ് പ്രതികൾക്ക് ജില്ലാ കോടതി ജഡ്ജി ജാമ്യം നൽകുമെന്നാണ് ഇവർ ഉയർത്തുന്ന ചോദ്യം. വക്കാലത്ത് ഏറ്റെടുക്കുന്നതിൽ നിന്ന് അഭിഭാഷകരെ വിലക്കിയിട്ടില്ലെന്നാണ് ബാർ അസോസിയേഷൻ അധികൃതർ വ്യക്തമാക്കിയത്. ഈ പശ്ചാത്തലത്തിൽ പ്രോസിക്യൂട്ടറെയോ അഭിഭാഷകനെയോ കേൾക്കാതെ പ്രതികൾക്ക് ജാമ്യം കൊടുത്തതെന്ന് ആരോപിച്ച് ജില്ലാ ജഡ്ജിക്കെതിരെ കോടതി ബഹിഷ്കരിച്ച് കൊല്ലം കോടതിയിലെ അഭിഭാഷകർ രംഗത്ത് വരികയായിരുന്നു. അനിശ്ചിതകാല ബഹിഷ്കരണത്തിലേക്കടക്കം പ്രതിഷേധം നീങ്ങുമെന്നാണ് അഭിഭാഷകർ പറയുന്നത്. ഇക്കഴിഞ്ഞ 18-ാം തീയതി രാവിലെ 11:30ഓടെയായിരുന്നു സംഭവം. കളക്ടറേറ്റ് സമുച്ചയത്തിലെ RT ഓഫീസിൽ പരാതി നൽകാൻ എത്തിയതാണ് ഷെമീനയും അവരുടെ ബന്ധുവും ഡ്രൈവറായ സിദ്ദിഖും. എന്നാൽ കാർ പാർക്ക് ചെയ്തത് അഭിഭാഷകർക്ക് കാർ പാർക്കിങ്ങിന് അനുവദിച്ച സ്ഥലത്തായിരുന്നു. ഇതോടെ കാർ പാർക്ക് ചെയ്തയാളെ കാത്തിരുന്നു ഇരുവരും. ഓഫീസിലെ ആവശ്യം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തങ്ങളുടെ വാഹനത്തിന് പുറത്തിറങ്ങാൻ കഴിയാത്ത നിലയിൽ വാഹനം പാർക്ക് ചെയ്ത അഭിഭാഷകനോട് വാഹനം മാറ്റിയിടാൻ ആവശ്യപ്പെട്ടു. ഇത് വാക്കുതർക്കത്തിലേക്ക് നീങ്ങിയ അഭിഭാഷകനെ ആദ്യം പിടിച്ചു തള്ളിയത് സിദ്ദിഖായിരുന്നു. ഇതോടെ പ്രതിരോധിക്കാനായി അഭിഭാഷകൻ കൃഷ്ണകുമാറും തയ്യാറായി. ഇതോടെ സംഭവം വിവാദമാവുകയാണ് ഉണ്ടായത്. ജില്ലാ കോടതി വളപ്പിൽ പാർക്ക് ചെയ്തിരുന്ന അഡ്വക്കേറ്റ് IK കൃഷ്ണകുമാറിന്റെ കാറിന്റെ കാറ്റൂരി വിടുകയും അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊല്ലം ബാറിലെ അഭിഭാഷകർ ഇന്നലെ കോടതി നടപടികളിൽ നിന്ന് വിട്ടുനിന്നു. കോടതി വളപ്പിൽ അനധികൃതമായി കാർ പാർക്ക് ചെയ്ത യുവാവും യുവതിയും തങ്ങളുടെ കാറിന് തടസ്സമായാണ് അഭിഭാഷകൻ കാർ പാർക്ക് ചെയ്തതെന്ന് പറഞ്ഞാണ് കോടതിയിൽ പോകാനെത്തിയ അഭിഭാഷകനെ കയ്യേറ്റം ചെയ്തത്. ഒഴിഞ്ഞുമാറിയ അഭിഭാഷകനെ വീണ്ടും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് മറ്റ് അഭിഭാഷകർ വന്ന് രക്ഷപ്പെടുത്തിയതെന്നും ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. അഭിഭാഷകരുടെ ദീർഘനാളായുള്ള ആവശ്യമായ അഭിഭാഷക സംരക്ഷണ നിയമം ഉടനടി നടപ്പിലാക്കണമെന്ന് കൊല്ലം ബാർ അസോസിയേഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. തൊഴിലിടങ്ങളിൽ അഭിഭാഷകർ അക്രമം നേരിടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇന്ന് രാവിലെ ബാർ അസോസിയേഷൻ അടിയന്തര ജനറൽ ബോഡി യോഗം കൂടി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓച്ചിറ N അനിൽകുമാർ, സെക്രട്ടറി അഡ്വക്കേറ്റ് AK മനോജ് എന്നിവർ അറിയിച്ചു. അതേസമയം സംഭവത്തിൽ വ്യാജ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ TVക്കെതിരെയും അഭിഭാഷകർക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. അനാവശ്യമായ വിഷയത്തിൽ ഇടപെട്ട് ചാനൽ ഒരു ഭാഗം മാത്രം പിടിച്ച് വാർത്ത നൽകിയെന്നാണ് ആരോപണം.